കഴിഞ്ഞ ദിവസം നമ്മൾ ഡ്രീം കേക്കിൻ്റെയും ജാർ കേക്കിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ബോക്സിൽ അധികം റിപ്ലൈസ് ഇല്ലായിരുന്നെങ്കിലും പേഴ്സണലായിട്ട് ഒരുപാട് പേര് നമ്മളോട് ഡീറ്റെയിൽസും റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ സെയിൽ ചെയ്ത ജാർ കേക്ക്സിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേക്ക് ചെയ്യുന്നു എന്നാൽ പിന്നെ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതി ആദ്യമേ തന്നെ നമ്മൾ ആ കപ്പൊക്കെ നിരത്തി വെച്ചിട്ട് അതിന് മുകളിലായിട്ട് കേക്ക് പീസസ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ പ്രൊസീജിയർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിവതും ഒരു 2-3 ഡേയ്സിന് മുന്നേ തന്നെ ഓർഡേഴ്സ് കൺഫേം ചെയ്യണം. എങ്കിലേ നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ കേക്ക്സിന് മാത്രമല്ല, ഹാമ്പേഴ്സിനായാലും മറ്റെന്ത് ഗിഫ്റ്റ് ഐറ്റംസിനായാലും എല്ലാം അങ്ങനെ തന്നെയാണ്. അർജന്റ് ഓർഡേഴ്സ് വന്നാലും നമ്മൾ ടേസ്റ്റിനോ ഫില്ലിങ്സിനോ ഒന്നും ഒരു കോംപ്രമൈസും ചെയ്യാറില്ല. ഈ ഒരു ജാർ കേക്ക്സ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം ഇതുവരെ കൊണ്ടുപോയിട്ടുള്ള കസ്റ്റമേഴ്സ് ഒക്കെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ചോക്ലേറ്റ് ഗനാഷും ക്രീമും കൊണ്ട് ഓരോ ലെയറും ഫില്ല് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ ബൈറ്റും നല്ലോണം ചോക്ലേറ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ പരിപാടി കഴിഞ്ഞു, നമ്മൾ ജാർ കേക്ക്സ് ക്ലോസ് ആക്കുവാണ്. സോ ഇതാണ് നമ്മുടെ ജാർ കേക്ക്സിന്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറമെ അന്ന് നമുക്ക് വേറൊരു കുട്ടി കേക്കിന്റെ ഓർഡർ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ പാക്ക് ചെയ്തു കൊടുത്തയച്ചു. അപ്പോൾ ഇതൊക്കെയാണ് അന്ന് നടന്ന കാര്യങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.